ഹലോ, ഇന്ന് ഞാൻ എപ്പോഴും വെക്കുന്ന രീതിയിലല്ല കേട്ടോ ബീഫ് വെക്കുന്നത്. ബീഫിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ആഡ് ചെയ്യാം. ഞാൻ നേരെ വെക്കുന്നത് കുക്കറിലേക്കല്ല കേട്ടോ, കറിച്ചട്ടിയിലിട്ടിട്ട് വിറകടുപ്പിലാണ് ഇന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. എപ്പോഴും കുക്കറാണ് യൂസ് ചെയ്യുന്നത്, ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ വേകുന്ന സമയത്തിൽ നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഫോം ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴത്തേനും ബീഫ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബീഫ് കറി ഇവിടെ റെഡിയാണ്. സോ ഇങ്ങനെ ചെയ്യാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.